ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ക്രിക്കറ്റ് വേൾഡ്. നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത് ടീം ഇന്ത്യയുടെ സ്വോട്ട് അനാലിസിസ് ആണ്. നമുക്കറിയാം സുഹൃത്തുക്കളെ, കുറച്ച് കാലങ്ങളായിട്ട് ICC ഇവന്റുകളിൽ നമുക്ക് വൺ ബൈ പരാജയമാണ്. വൺ ബൈ പരാജയമല്ല, നമുക്ക് ഹാർട്ട് ബ്രേക്സ് ആണ് തന്നെ പറയാം. 9 വർഷത്തെ കാത്തിരിപ്പാണ് ഒരു ICC ട്രോഫികൾക്ക് വേണ്ടി. 2013 ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ചാമ്പ്യൻസ് ട്രോഫി നേടിയതാണ് ഇന്ത്യയുടെ അവസാനത്തെ ICC ട്രോഫി നേട്ടം. അതിനുശേഷം ഇന്ത്യക്ക് ഒരു ICC ട്രോഫിയും വിജയികളാവാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നോക്കാം സുഹൃത്തുക്കളെ, ഈ വർഷത്തെ 2020 വേൾഡ് കപ്പ് നമ്മുടെ രോഹിത്തും പിള്ളേരും നമ്മുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് വന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ജൂൺ 5-നാണ് ഇന്ത്യയുടെ ആദ്യത്തെ മത്സരം. ന്യൂയോർക്കിലെ നാസൗ കൗണ്ടി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ആദ്യത്തെ മത്സരം. അത് നെതർലാൻഡ്സിനെതിരെയാണ്. അതേ വേദിയിൽ തന്നെയാണ് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാനും എല്ലാവരും ഉറ്റുനോക്കുന്ന ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മാച്ച് നടക്കുന്നത്. നമുക്ക് ഇന്ത്യയുടെ സ്ക്വാഡിലേക്ക് കടക്കാം. ആദ്യം നമ്മുടെ ക്യാപ്റ്റൻ എല്ലാവർക്കും അറിയാം, രോഹിത് ശർമ്മ. അദ്ദേഹത്തിന്റെ ഫോം ICC ഇവന്റുകളിൽ പറയാതിരിക്കാൻ വയ്യ. IPL-ത്തെ കണക്കുകൾ ഉണ്ടെങ്കിലും IPL-ൽ മുംബൈ ഇന്ത്യൻസിന് അവരുടെ ടോപ്പ് സ്കോററായിരുന്നു രോഹിത് ശർമ്മ. അപ്പോ രോഹിത് ശർമ്മ, അതിനുശേഷം വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ. വൺ ഓഫ് ദ ബെസ്റ്റ് ഓൾറൗണ്ടറാണ്, നമ്മുടെ ഇന്ത്യയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഓൾറൗണ്ടറാണ്. നമുക്ക് കാത്തിരിക്കാം അദ്ദേഹത്തിന്റെ പ്രകടനത്തിനായി. ഓപ്പണറായിട്ട് ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരാണ് ആദ്യം പറയുന്നത്. യശസ്വി ജയ്സ്വാൾ, വിരാട് കോഹ്ലി, നമ്മുടെ സ്വന്തം കിങ്, കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. T20 നമ്പർ 1 ബാറ്റർ സൂര്യകുമാർ യാദവ്. പിന്നെ 2 വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരാണ് നമുക്കുള്ളത്, ഋഷഭ് പന്തും സഞ്ജു സാംസണും. ആര് ഇറങ്ങുന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല, റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടില്ല. നമുക്ക് സഞ്ജു സാംസൺ ഇറങ്ങുന്നത് കാണാൻ എല്ലാ മലയാളികളും വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം അതിനു വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഓൾറൗണ്ടർ ശിവം ദൂബെ ഒരു സ്പിന്നറും കൂടിയാണ്, ഒപ്പം ഒരു എക്സ്പ്ലോസീവ് ബാറ്ററും കൂടിയാണ്. അടുത്തതായി രവീന്ദ്ര ജഡേജ, ലെജൻഡറി പ്ലെയർ രവീന്ദ്ര ജഡേജ എന്ന് തന്നെ പറയും, സാർജ് ജഡേജ. അടുത്തതായി അക്ഷർ പട്ടേൽ, ഒരു സ്പിന്നർ പ്ലസ് ബാറ്റർ, അദ്ദേഹം നല്ലൊരു ഫോമിലാണ്. അടുത്തതായി കുൽദീപ് യാദവ്, അദ്ദേഹം ഒരു രക്ഷയില്ലാത്ത ഫോമിലും കൂടിയാണ്. ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി അദ്ദേഹം ക്വാളിറ്റി സ്പിന്നിങ് ആയിരുന്നു കാണിച്ചു വെച്ചത്. അടുത്തതായി യശ്വേന്ദ്ര ചഹലിന്റെ കഴിവ് എല്ലാവർക്കും അറിയാലോ. ആൻഡ് പേസ് ബോളിംഗ് ഓപ്ഷൻസുമായി അർഷദീപ് സിംഗ്, പിന്നെ നമ്മുടെ സ്വന്തം ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, ഇവർ മൂന്നുമാണ് പേസ് അറ്റാക്കേഴ്സ്. അടുത്തായി ട്രാവലിംഗ് സബായിട്ട് ശുഭ്മാൻ ഗിൽ, റിങ്കു സിംഗ്, ഖലീൽ അഹമ്മദ്, ആവേശ് ഖാൻ, ഇവർ 4 പേരുമാണ് ട്രാവലിംഗ് സബായിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ റിയലി ബാലൻസ്ഡ് ടീമാണ് ടീം ഇന്ത്യ. അപ്പോൾ ജൂൺ 5-നാണ് ആദ്യത്തെ പോരാട്ടം വേഴ്സസ് അയർലൻഡ്. അത് കഴിഞ്ഞാൽ പാകിസ്ഥാനോടുണ്ട്, അത് കഴിഞ്ഞാൽ USA-യോടുണ്ട്, അത് കഴിഞ്ഞാൽ കാനഡയോടുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം സുഹൃത്തുക്കളെ ഈ മാച്ചുകൾക്ക് വേണ്ടി. ഇതുപോലെയുള്ള ക്രിക്കറ്റ് വീഡിയോകൾക്ക് ഫോളോ ചെയ്യുക മല്ലു ക്രിക്കറ്റ് വേൾഡ്.